ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ ലെഗ് പീസാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിത് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കൻ ലെഗ് ആണ് കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കിടിലൻ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ട്രിക്കൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചിക്കൻ ലെഗ് പീസ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ചിക്കൻ നമുക്ക് പുഴുങ്ങിയെടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുവാണ്. ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഈ ഇഡ്ഡലി കുട്ടുകത്തിലാണ് നമ്മുടെ ചിക്കൻ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പീസിലും നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം. നന്നായിട്ട് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം പുഴുങ്ങിയാൽ മതി കേട്ടോ. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പുഴുങ്ങിയെടുക്കാം. നമ്മളൊരു 10 മിനിറ്റ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഗ്യാസ് കത്തിക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അടിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിലൊന്നും ഇട്ട് വേവിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇന്ന് ആവി കയറ്റി എടുത്തിട്ട് ഒരു സ്പെഷ്യൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടയ്ക്കാം. ഇനി ആവിയിലിരുന്ന് കുറച്ച് നേരം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാം. നമ്മുടെ ചിക്കൻ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഈ എന്താ പറയുക, പാത്രത്തിൻ്റെ അടിയിൽ ഒരു അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇത് വേവുമ്പോഴത്തേനും ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കാത്ത ഒരു ഇച്ചിരി ആ പാത്രത്തിൻ്റെ അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഈ പുഴുങ്ങിയെടുത്ത ചിക്കൻ തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിത് വറുക്കാൻ ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. 3 ടീസ്പൂൺ കോൺഫ്ലോർ. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അതും ഒരു 2 ടീസ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തം ആവശ്യമില്ല. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതൊരു സീക്രട്ട് സാധനമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചെറിയ ഉള്ളി. ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ
ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു റെസിപ്പി തന്നെയാണ്. നമുക്കത് മൊത്തം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി, കുറച്ച് മതിയാവും, ഒരല്പം കായപ്പൊടി. ഇനി ഈ ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് കൂടണ്ട കേട്ടോ, നമുക്ക് കലക്കി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, അല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇതിനകത്ത് മുക്കി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വെള്ളം സൂക്ഷിച്ച് ചേർക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് തിക്കും ആവരുത്, എന്നാൽ വെറും ലൂസും ആവാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യം വേണ്ട, കറിവേപ്പില എത്ര ഉണ്ടോ നമുക്ക് അത്രത്തോളം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ ഈ മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. അതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് വറുത്തെടുത്താൽ മതി. എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുക്കാൻ നിൽക്കണ്ട കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വരണേ നമുക്ക്. ഇത് ഓൾറെഡി നമ്മൾ വേവിച്ച ചിക്കൻ ആണല്ലോ, അതുകൊണ്ട് ഒരുപാട് ഇട്ടൊന്നും കരിക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി. ഒരുപാട് സമയം ഇട്ടാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കൂടെ നിൽക്കണം കേട്ടോ. ഇതെങ്ങും പോകരുത്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ. അപ്പം അടുത്ത ചിക്കൻ ഇടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക മണമാണ് കേട്ടോ, ഒരു പ്രത്യേക സ്വാദാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഈ രീതിയിൽ. പെട്ടെന്ന് നോക്കണം കേട്ടോ, അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ള സാധനമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. വെള്ളം വന്ന് ചൂട് അപ്പോൾ തണുപ്പിച്ച് തരാം. ചൂട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതേ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ബോൺലെസ് ചിക്കൻ ലെഗ് ഫ്രൈ. കിഡിയില്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ബോൺലെസ്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിത് കഴിച്ചാലുണ്ടല്ലോ, ഈ കട്ട്ലറ്റൊക്കെ കഴിക്കത്തില്ല, അതേ ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉറപ്പ് തരുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.
അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് നമുക്ക് കുറേശ്ശെ ഇട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ.